സ്വാഗതം ടോപ് 10ലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മന്ത്രിയെ ചോദ്യം ചെയ്ത് തന്ത്രിയെ കുടുക്കി SIT. ഭക്തരെയും രാഷ്ട്രീയ കേന്ദ്രങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ച അറസ്റ്റ്. തന്ത്രിയെ കുടുക്കിയതാകട്ടെ തന്ത്രത്തിലും. മൊഴികളിൽ ആദ്യമേ സൂചന കിട്ടി, എല്ലാം രഹസ്യമാക്കി. മുൻകൂർ ജാമ്യം തേടാതിരിക്കാനും ശ്രദ്ധിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശക്തനാക്കിയ തന്ത്രിക്ക് സ്വർണ്ണക്കൊള്ളയിൽ അറിവും സമ്മതവും ഉണ്ടായിരുന്നു എന്നാണ് SITയുടെ പക്ഷം. എന്തായാലും നിർണായക നീക്കത്തിൽ തന്ത്രി കുടുങ്ങിയപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നു. പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ തന്ത്രി കണ്ഠരര് രാജിവരും. അപ്പോഴും പ്രതിപക്ഷം ചോദിക്കുന്നു, മന്ത്രിയുടെ അഭിമുഖമാണോ അന്വേഷണ സംഘം എടുത്തതെന്ന്. ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവർ അറസ്റ്റിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്പോൺസറാകാൻ വഴിയൊരുക്കിയത് തന്ത്രിയെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ആചാര ലംഘനത്തിന് കൂട്ടുനിന്നുവെന്നും പാളി കൊണ്ടുപോകാൻ കുറ്റകരമായ മൗനാനുവാദം നൽകിയെന്നും റിമാൻഡ് റിപ്പോർട്ട്. 14 ദിവസം റിമാൻഡിൽ. മുൻകൂർ ജാമ്യം നേടുന്നത് തടയാൻ SIT നടത്തിയത് തന്ത്രപരമായ നീക്കം. പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ തന്ത്രിയുടെ പങ്ക് മറച്ചുവെച്ച് SIT. മന്ത്രിയെ ചോദ്യം ചെയ്തിട്ട് എന്തായെന്ന് സണ്ണി ജോസഫ്. അഭിമുഖമാണോ SIT എടുത്തതെന്നും പരിഹാസം. SITക്ക് മേൽ സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്ന് DGP റവാഡ ചന്ദ്രശേഖർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസ് രജിസ്റ്റർ ചെയ്ത ED. ക്രൈംബ്രാഞ്ച് FIRലെ മുഴുവൻ പേരും പ്രതികളാകും. അയ്യപ്പ സംഗമത്തിന്റെ കണക്ക് നൽകാത്തതിൽ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ വിമർശനം. ഇന്ത്യ-US വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാത്തതിനു പിന്നിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഈഗോ എന്ന് വെളിപ്പെടുത്തൽ. കരാർ നടപ്പാക്കാത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ വിളിക്കാത്തത് കൊണ്ടെന്ന് US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്. കരാറിൽ ഒപ്പിടാൻ മോദി നേരിട്ട് വിളിക്കണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നതായും ലുട്നിക്. കഴിഞ്ഞ വർഷം മോദിയും ട്രംപും 8 തവണ ഫോണിൽ സംസാരിച്ചുവെന്ന ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. നടൻ വിജയ്ക്ക് തിരിച്ചടി. പൊങ്കലിന് ജനനായകൻ റിലീസ് ചെയ്യാനാകില്ല. മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിന് ഡിവിഷൻ ബെഞ്ചിന്റെ സ്റ്റേ. കേസ് പൊങ്കൽ അവധിക്ക് ശേഷം പരിഗണിക്കും. നിർമ്മാതാക്കൾ സുപ്രീം കോടതിയിലേക്ക്. പക്ഷിപ്പനി ഭീതി ഒഴിയാതെ ആലപ്പുഴ. 4 പഞ്ചായത്തുകളിൽ പക്ഷികളെ കൊന്നൊടുക്കുന്നു. കോഴി വളർത്തൽ കൃഷിയായി അംഗീകരിക്കണമെന്ന പൗൾട്രി ഫാമേഴ്സ് അസോസിയേഷൻ. ഫാമുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും. സംസ്ഥാനത്ത് കോഴിവില വീണ്ടും ഉയരും. ഭരണനേട്ടം താഴെത്തട്ടിലെത്തിച്ചാൽ 3ാം തുടർഭരണം ഉറപ്പെന്ന് മുഖ്യമന്ത്രി. ഭരണത്തിനെതിരായ പരസ്യ വിമർശനം ഒഴിവാക്കി ഒത്തുപോകാൻ CPI. തൃശൂരിൽ ഉറച്ച സീറ്റ് നൽകണമെന്ന TN പ്രതാപൻ. VM സുധീറിനെ മത്സരരംഗത്തിറക്കാൻ KPCCയിൽ സമ്മർദ്ദം. തൃശൂരിൽ സ്കൂൾ കലോത്സവ വേദിയുടെ പേരിൽ നിന്ന് താമരപ്പൂവിനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം. താമര ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമെന്ന് മന്ത്രി V ശിവൻകുട്ടി. താമരപ്പൂ ഒഴിവാക്കിയത് CPMന്റെ ജീർണത ബാധിച്ച രാഷ്ട്രീയമെന്ന് യുവമോർച്ച. വിദ്യാഭ്യാസ മന്ത്രിക്ക് താമരപ്പൂവുമായി എത്തി പ്രവർത്തകരുടെ പ്രതിഷേധം. നാലാമത് വനിതാ പ്രീമിയർ ലീഗ് T20 ക്രിക്കറ്റിന് വർണ്ണാഭമായ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 155 റൺസ് വിജയലക്ഷ്യം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ദൗത്യം വെട്ടിച്ചുരുക്കാൻ നാസ. തീരുമാനം സംഘത്തിലെ ഒരു അംഗത്തിന് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് യാത്രികരെ തിരികെ എത്തിക്കുന്നത് നിശ്ചയിച്ചതിലും 1 മാസം മുൻപ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇത്തരമൊരു പ്രതിസന്ധി ആദ്യം. സ്റ്റോറി ഓഫ് ദി ഡേ. പേടിയില്ലായ്മയ്ക്ക് എന്താ പ്രായം? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വലിയൊരു ട്വിസ്റ്റ് ഇന്നുണ്ടായി. ഒരു സുപ്രധാന അറസ്റ്റ്. തന്ത്രി കണ്ഠരര് രാജീവരെയാണ് SIT അറസ്റ്റ് ചെയ്തത്. തന്ത്രിയെ 14 ദിവസത്തേക്ക് റിമാൻഡും ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വഴിവിട്ട് സഹായിച്ചതും പത്മകുമാറിന്റെ മൊഴിയുമൊക്കെ തന്ത്രിക്ക് കുരുക്കായി. കട്ടളപ്പാളി കൊണ്ടുപോകാൻ തന്ത്രി കുറ്റകരമായ മൗനാനുവാദം നൽകിയെന്നും ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതീവ നിർണായകവും അമ്പരിപ്പിക്കുന്നതുമായ നീക്കമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ SITയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സാക്ഷിമൊഴിയെടുക്കാനെന്ന പേരിൽ വിളിച്ചുവരുത്തിയ തന്ത്രി കണ്ഠരര് രാജീവരെ
മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് ചെയ്തു. ഒന്നാം പ്രതിയായ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എല്ലാ രീതിയിലും വഴിവിട്ട് സഹായിച്ചു എന്നതാണ് തന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കിയത്. കേസുമായി ബന്ധപ്പെട്ട് നേരത്തെയും SIT കണ്ഠര രാജീവരിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. പാളികളിൽ സ്വർണം പൂശാൻ കൊണ്ടുപോകണമെന്ന കുറിപ്പ് ആദ്യം നൽകിയത് തന്ത്രിയായിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമനുസരിച്ച് കുറിപ്പ് നൽകിയെന്നാണ് തന്ത്രി ആദ്യം മൊഴി നൽകിയത്. തന്ത്രിക്ക് എല്ലാം അറിയാമായിരുന്നുവെന്ന പത്മകുമാറിന്റെ മൊഴിയും പോറ്റിയുമായുള്ള അടുത്ത ബന്ധവും കണ്ഠര രാജീവർക്ക് കുരുക്കായി. തന്ത്രപൂർവമായിരുന്നു SITയുടെ നീക്കം. വിജിലൻസ് കോടതിയിൽ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ എതിർക്കുമ്പോഴും തന്ത്രിയുടെ പേര് പരാമർശിച്ചിരുന്നില്ല. മുൻകൂർ ജാമ്യത്തിനായി ശ്രമിക്കാൻ തന്ത്രിക്ക് വഴിയൊരുക്കുന്ന ഒരു സൂചനയും SIT നൽകിയിരുന്നില്ല. ഒടുവിൽ അറസ്റ്റിന് ശേഷം വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. താൻ നിരപരാധിയെന്ന് മാധ്യമങ്ങളോട് തന്ത്രി. തുടർന്ന് കൊല്ലം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ആചാര ലംഘനത്തിന് കൂട്ടുനിന്നുവെന്നും താന്ത്രിക വിധി പാലിച്ചില്ല എന്നുമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. കട്ടിളപ്പാളി കൊണ്ടുപോകാൻ കുറ്റകരമായ മൗനാനുവാദം നൽകിയെന്നും ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അൺഫിലിറ്റ് ഡിസൂസ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അൺഫിലിറ്റ്, അന്വേഷണ സംഘത്തിൻ്റേത് തന്ത്രപരമായ നീക്കം എന്ന് തന്നെ പറയണം. തന്ത്രിയെ പഴുതടച്ച് അറസ്റ്റ് ചെയ്യാനായി കണ്ടെത്തലുകൾ വീണ്ടും വിശദമായി പരിശോധിക്കുകയായിരുന്നു SIT. ഇനി തന്ത്രിയെ ചോദ്യം ചെയ്യാൻ എപ്പോഴാകും കസ്റ്റഡി അപേക്ഷ കൊടുക്കുക? ശ്രീജ, തീർച്ചയായും തന്ത്രി, അതായത് ശബരിമലയിലെ ആചാരവിധികളുടെയൊക്കെ അവസാന വാക്കായ തന്ത്രി രാജീവര് കണ്ഠരിലേക്ക് അന്വേഷണം എത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ SITയുടെ ഒരു സുപ്രധാനമായ ഒരു നീക്കം തന്നെയാണ്. അന്വേഷണ ഘട്ടത്തിലെ ഏറ്റവും നിർണായക ഒരു നീക്കം തന്നെയാണ്. ഒരുപക്ഷെ ആരും അത്ര കണ്ട് തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ആ ഒരു അമ്പരപ്പിൽ തന്നെയാണ് വിശ്വാസ സമൂഹവും രാഷ്ട്രീയ കേരളവും ഒക്കെ തന്നെയും. ഇനി അറിയേണ്ടത് ഈ ഏത് ഘട്ടത്തിലാണ് തന്ത്രിയിലേക്ക് എത്തുന്നു, ഏത് ഘട്ടത്തിലാണ് തന്ത്രിയെ ഇതിൽ പ്രതിക്കൂട്ടിലാക്കുന്നു, പ്രതിയാക്കി മാറ്റിയതും. കാരണം അത്രയും ശക്തമായ തെളിവുകൾ SITയുടെ പക്കൽ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ റിമാൻഡ് റിപ്പോർട്ടിൽ അദ്ദേഹത്തിനെതിരായ ചില പരാമർശങ്ങളും അല്ലെങ്കിൽ ശക്തമായ തെളിവുകളുടെയൊക്കെ ഒരു സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആചാരവിധിയും ആചാരങ്ങളൊക്കെ തന്നെയും ലംഘിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴിവിട്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്തു. ഇതിലൂടെ ബോർഡിന് വലിയ കോടികളുടെ നഷ്ടമുണ്ടാക്കി. മാത്രവുമല്ല എല്ലാ സഹായവും അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തു. ഈ ഗൂഢാലോചനയിൽ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ തന്ത്രി തന്നെ അതിൽ പങ്കാളിയായി. ഈ രീതിയിലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് തന്ത്രിക്കെതിരെ റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ ഒരുപക്ഷെ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ നാളെയും ശനിയും ഞായറും ഒക്കെയാണ്, അത് കഴിഞ്ഞ് ഒരുപക്ഷെ തിങ്കളാഴ്ചയായിരിക്കും കസ്റ്റഡി അപേക്ഷയൊക്കെ നൽകാനുള്ള സാധ്യതയുള്ളത്. കാരണം കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ, കാരണം അറസ്റ്റിലായ മറ്റു പ്രതികളുടെ ഒപ്പമിരുത്തിയുള്ള ഒരു ചോദ്യം ചെയ്തൊക്കെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ശക്തമായ തെളിവുകൾ വേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് 19-ാം തീയതി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് SIT. ആ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഈ തന്ത്രിക്കെതിരായ കൂടുതൽ കണ്ടെത്തലുകളും കൂടുതൽ വെളിപ്പെടുത്തലുകളും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം തന്ത്രിയെ അങ്ങനെ അത്ര കണ്ടെന്നും നിസ്സാരമായ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരിക്കലും SIT അങ്ങനെ അറസ്റ്റ് ചെയ്യില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഏത് ഘട്ടത്തിലാണ് തന്ത്രി ഈ രീതിയിലൊരു ഗുരുതരമായ കുറ്റകൃത്യത്തിലേക്ക് തന്ത്രി പെട്ടുപോയത്, അല്ലെങ്കിൽ തന്ത്രി എങ്ങനെയാണ് ഈ ഗുരുതരമായ കുറ്റകൃത്യത്തിൽ പ്രതിയായത് എന്നടക്കമുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകേണ്ടതുണ്ട്. അത് 19-ാം തീയതിയൊക്കെ ഏറെക്കുറെ ആ ഉത്തരത്തിൽ ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, ഇതെങ്ങനെയാണ് രാഷ്ട്രീയമായി ഇതെങ്ങനെ മൂന്ന് മുന്നണികൾ നേരിടുന്നതാണ്. ഈ SITയുടെ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് സർക്കാരും ഒരു ഘട്ടത്തിൽ പ്രതിരോധത്തിലായിരുന്നു. കാരണം ഈ SITക്ക് ഒരു പരിമിതിയുണ്ട്. കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നില്ല. സർക്കാരിന്റെയൊക്കെ തന്നെ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു എന്ന ആക്ഷേപം ആരോപണം ഉയരുമ്പോൾ ഇപ്പോൾ തന്ത്രിയിലേക്ക് തന്നെ തന്ത്രി അറസ്റ്റ് ചെയ്തതോടുകൂടി തന്നെ സർക്കാരിന് ഇത് SITയുടെ അന്വേഷണം ശരിയായ ദിശയിലേക്ക് പോകുന്നു. SITക്കും ആശ്വസിക്കാം. കാരണം CBI അന്വേഷണം പോലും ആവശ്യപ്പെട്ടുള്ള ഹർജി ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇപ്പോൾ ED വരെ അന്വേഷണത്തിൽ എത്തി നിൽക്കുന്നു. അങ്ങനെ പല രീതിയിലും SIT പ്രതിരോധത്തിലാകുമ്പോൾ സർക്കാരിന് ഇത് വലിയൊരു രാഷ്ട്രീയ നേട്ടം തന്നെയാണ്. മറുഭാഗത്ത് UDFനെ സംബന്ധിച്ച് ഇപ്പോൾ തന്ത്രിയിലേക്ക് അറസ്റ്റിൽ നീങ്ങിയതോടുകൂടി അവർ മുൻ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെ എപ്പോൾ അറസ്റ്റ് ചെയ്യുമെന്ന രീതിയിൽ ചോദ്യം ഉയർത്തി UDF അത് വലിയ രീതിയിൽ തന്നെ ആയുധമാക്കുകയാണ്. കാരണം മന്ത്രിയെ രക്ഷിക്കാനാണോ തന്ത്രിയിലെ അറസ്റ്റ് എന്ന രീതിയിൽ വരെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കൃത്യമായി ഇനി നാളെ മുതൽ കടകംപള്ളി സുരേന്ദ്രനെ എപ്പോൾ അറസ്റ്റ് ചെയ്യുമെന്നൊരു പ്രചാരണ വിഷയമാക്കി അതൊരു കൃത്യമായ ആയുധമാക്കി തന്നെ മുന്നോട്ടിറങ്ങാൻ തന്നെയാണ് UDF തീരുമാനം. മറുഭാഗത്ത് NDA BJP ആണെങ്കിൽ CPM നേതാക്കൾ അറസ്റ്റിലാകുന്നു. അതേസമയം UDF നേതാക്കളും കോൺഗ്രസ് നേതാക്കളും എന്തുകൊണ്ട് അറസ്റ്റിലാകുന്നില്ല എന്ന് ഇതേ വിഷയം CPMനും കോൺഗ്രസിനും എതിരെ ആയുധമാക്കി BJPയും ശക്തമായ രംഗത്തുണ്ട്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, വരും ദിവസങ്ങളിൽ ഈ പ്രചാരണ വിഷയത്തിൽ ഏറ്റവും കത്തി നിൽക്കുന്ന ശബരിമല വിഷയം വലിയ രീതിയിൽ തന്നെ തന്ത്രിയുടെ അറസ്റ്റോടുകൂടി മൂന്ന് മുന്നണികളും ആയുധമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.
തീർച്ചയായും തന്ത്രിയുടെ അറസ്റ്റോടുകൂടി ഒരു നിർണായക ഘട്ടത്തിലാണ് ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നത്. എങ്ങനെയാണ് തന്ത്രിയിലേക്ക് എത്തിച്ചേർന്നത്, തെളിവുകൾ എന്തൊക്കെയാണ് അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുള്ളത്, വരും ദിവസങ്ങളിൽ അത് അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഏവരും ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം, പത്മകുമാർ പറഞ്ഞതുപോലെ ദൈവതുല്യൻ തന്ത്രി തന്നെയാണോ? എന്തായാലും ചോദ്യങ്ങളും സംശയങ്ങളും ഇപ്പോഴും അവസാനിക്കുന്നില്ല. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു അൺഫിലിഡ് ഡിസൂസ. എന്തായാലും ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ ഒരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. SIT ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. SIT is functioning totally free with the full freedom there, and it is functioning under the supervision of the Honorable High Court of Kerala, and hence there is no pressure at all. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവും ഇനിയും. Whatever evidence they collect, and that only can lead to pardon. SIT has been given the full free hand. They are doing investigation properly. Recently, they are submitting all their reports to the High Court. High Court is satisfied. Whatever under the supervision. അറസ്റ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണത്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ തയ്യാറായില്ല. ശബരിമലയിൽ നിന്ന് സ്വർണ്ണമല്ല, എന്ത് നഷ്ടപ്പെട്ടാലും സങ്കടം തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാവശ്യത്തെ തന്ത്രി അദ്ദേഹമല്ല, പ്രാവശ്യം മറ്റൊരാളാണ് തന്ത്രി, മോഹനന്റെ മകൻ. അതായത് വലിയവരാണെങ്കിലും സംരക്ഷിക്കപ്പെടില്ല എന്ന സന്ദേശം അവനവൻ അർഹതപ്പെട്ട കാര്യങ്ങളേ പറയാവുള്ളൂ. ഞാനൊന്നും എന്തായാലും തന്ത്രിയുടെ അറസ്റ്റ് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത SIT കടകംപള്ളിയുടെ അഭിമുഖമാണോ എടുത്തത് എന്ന ചോദ്യമാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉന്നയിച്ചത്. വമ്പൻ സ്രാവുകൾ ഇനിയുമുണ്ടെന്ന് രമേശ് ചെന്നിത്തല ഓർമ്മിപ്പിച്ചു. തന്ത്രിയുടെ അറസ്റ്റിൽ പ്രത്യേകം പ്രതികരിക്കേണ്ട കാര്യമില്ല എന്നായിരുന്നു മന്ത്രി VN വാസവന്റെ നിലപാട്. മന്ത്രിയായാലും തന്ത്രിയായാലും അന്വേഷണം ശരിയായ രീതിയിൽ വേണമെന്ന് BJPയും പ്രതികരിച്ചു. ശബരിമലയില് മന്ത്രിയെ ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അന്വേഷണത്തിന്റെ ഒരു പുരോഗതിയാണ്. എന്നാൽ മന്ത്രിയെ ചോദ്യം ചെയ്ത് എവിടെയായി എന്ന ചോദ്യത്തിന് ഉത്തരവില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് അയ്യപ്പന്റെ സ്വർണം കടത്തിയവരാരാണെങ്കിലും അവരുടെ പേരിൽ നിയമപരമായ നടപടി ഉണ്ടാകണം. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. ആരും നിയമത്തിന് അതീതരല്ല. ഇനിയും ഇതിനേക്കാൾ വലിയ വമ്പൻ സ്രാവുകൾ പിടിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അന്വേഷണം ശരിയായ നമ്മൾ ബോർഡ് സംതൃപ്തി രേഖപ്പെടുത്തിയല്ലോ, അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിന് വ്യത്യസ്തമായ എന്തെങ്കിലും വന്നെങ്കിൽ അപ്പോൾ പറയാം. അതാരായിരുന്നാലും, അത് മന്ത്രിയായിരുന്നാലും തന്ത്രിയായിരുന്നാലും ആ നിലയ്ക്ക് അന്വേഷണത്തിൽ SIT കുറ്റക്കാരാണ് എന്ന് അവർക്ക് തെളിവുകൾ സഹിതം അവർക്ക് ബോധ്യപ്പെടുന്ന പക്ഷം അന്വേഷണം ശക്തിപ്പെടുത്തിക്കൊണ്ട് നിയമത്തിൻ്റെ വഴിക്ക് പോവുക തന്നെ വേണം. ഈ അന്വേഷണത്തിൽ ഒട്ടേറെ സംശയങ്ങൾ ഉദിക്കുന്നു. SIT ശബരിമലയിലെ സ്വർണം പോയ വഴിയെ തേടുമ്പോൾ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമുള്ള കേസ് അന്വേഷണത്തിന് EDയും റെഡിയായി. ഉണ്ണികൃഷ്ണൻ പോറ്റി, A. പത്മകുമാർ, N. വാസു ഉൾപ്പെടെ 15-ലേറെ പേരെ പ്രതിയാക്കി കേസെടുത്താണ് അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി എവിടെയൊക്കെ റെയ്ഡുണ്ടാകും, ആരുടെയൊക്കെ സ്വത്ത് കണ്ടുകെട്ടും, വരും ദിവസങ്ങളിൽ അറിയാം. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ 8-ാം തീയതി ഡയറക്ടറേറ്റിൽ നിന്ന് EDയുടെ കൊച്ചി യൂണിറ്റിന് അനുമതി ലഭിച്ചിരുന്നു. സ്വർണ്ണക്കൊള്ള കേസിലെ കള്ളപ്പണം വെളുപ്പിക്കലാണ് ED അന്വേഷിക്കുന്നത്. ഒറ്റ കേസായാണ് അന്വേഷണം. കൊല്ലം വിജിലൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം FIR, അനുബന്ധ രേഖകൾ, സാക്ഷിമൊഴികൾ എന്നിവ നേരത്തെ തന്നെ EDക്ക് കൈമാറിയിരുന്നു. നിലവിൽ SIT കേസിൽ പ്രതികളായവരെല്ലാവരും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസിലും പ്രതികളാകും. സ്വത്ത് മരവിപ്പിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് ED താമസിയാതെ കടക്കും. പ്രതികളെ ചോദ്യം ചെയ്യുന്നതിനായി കൊല്ലത്ത് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ ഉടൻ നൽകാനാണ് EDയുടെ നീക്കം. ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധനൻ, പങ്കജ് ഭണ്ഡാരി തുടങ്ങിയവരുടെ സാമ്പത്തിക ഇടപാടുകളാണ് ആദ്യം പരിശോധിക്കുന്നത്. 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മറ്റംഗങ്ങളടക്കം SITയുടെ കേസിൽ പ്രതിചേർക്കപ്പെട്ട 15 പേരാണ് EDയുടെ ECIRലും പ്രതിസ്ഥാനത്തുള്ളത്. പ്രതികളെ ED അറസ്റ്റ് ചെയ്താൽ SIT കേസിൽ ജാമ്യം ലഭിച്ചാലും പ്രതികൾക്ക് പുറത്തിറങ്ങാനാവില്ല. കേസിൽ വലിയ തോതിലുള്ള കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നാണ് EDക്ക് ലഭിച്ചിട്ടുള്ള വിവരം. അമൃത ന്യൂസ്, കൊച്ചി. 2025 സെപ്റ്റംബർ 20 പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ എവിടെ? ഹൈക്കോടതി കുറേ നാളായി ഇക്കാര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ചോദിക്കുന്നു. കണക്ക് സമർപ്പിക്കാത്തതിന് ബോർഡിനെ ഹൈക്കോടതി ഇന്ന് വിമർശിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ പൂർണ്ണമായ ബില്ലുകൾ നൽകാത്തതിനാൽ ഓഡിറ്റ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. വിശദീകരണം തൃപ്തികരമല്ല എന്ന് കോടതിയും പറയുന്നു. കണക്കുകൾ സമർപ്പിക്കാൻ 1 മാസം കൂടി സമയം നൽകിയിട്ടുണ്ട്. അതിനുള്ളിൽ നൽകിയില്ല എങ്കിൽ കർശന നടപടിയുണ്ടാകുമെന്ന് മുന്നറിയിപ്പും നൽകി.
ഇറാൻ-അമേരിക്ക വാണിജ്യ കരാർ ഒരു ഫോൺ വിളി അകലത്തിലോ അതേ എന്ന് പറയുകയാണ് US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്. കരാർ നടപ്പാക്കാത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ വിളിക്കാത്തത് കൊണ്ട് എന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത്. അതായത് കരാറിൽ ഒപ്പിടാൻ മോദി നേരിട്ട് വിളിക്കണമെന്ന് ട്രംപിന്റെ ഈഗോ ആഗ്രഹിക്കുന്നു എന്ന് ചുരുക്കം. അതേസമയം കഴിഞ്ഞ വർഷം മോദിയും ട്രംപും 8 തവണ ഫോണിൽ സംസാരിച്ചു എന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. ട്രംപും മോദിയും തമ്മിലുള്ള സൗഹൃദം പ്രശസ്തമാണെങ്കിലും പുതിയ വ്യാപാര ഉടമ്പടികൾ സംബന്ധിച്ച ചർച്ചകൾക്ക് മോദിയുടെ ഭാഗത്തു നിന്നുള്ള നേരിട്ടുള്ള ഇടപെടൽ അമേരിക്ക പ്രതീക്ഷിക്കുന്നു എന്നാണ് US വാണിജ്യ സെക്രട്ടറിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ ഫോണിൽ വിളിക്കാത്തതാണ് കരാർ പൂർത്തിയാകാത്തതിന് കാരണമെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. But let's be clear. It's his deal. Yeah. Okay? He's the closer. He does the deal. So I said, you got to have Modi. It's all set up. You have to have Modi call the president. And they were uncomfortable doing it. So Modi didn't call. Wow. So that Friday left, middle of the next week. കഴിഞ്ഞ വർഷം മാർച്ചിലാണ് ഇന്ത്യയും US തമ്മിൽ വ്യാപാര കരാർ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. ഇരു വിഭാഗങ്ങളും 6 തവണ ചർച്ചകൾ നടത്തിയിരുന്നു. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ 25% അടക്കം ഇന്ത്യക്കെതിരെ 50% നികുതിയാണ് US ചുമത്തിയിട്ടുള്ളത്. മറ്റേതു രാജ്യത്തെക്കാളും കൂടുതൽ നികുതി US ചുമത്തിയത് ഇന്ത്യക്കെതിരെയായിരുന്നു. വീണ്ടും ഇന്ത്യക്കെതിരെ 500% നികുതി ചുമത്താനുള്ള ബിൽ അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് കഴിഞ്ഞ ദിവസം US സെനറ്റർ ലിൻസെ ഗ്രഹാം അറിയിച്ചിരുന്നു. 2024-25 വരെ 4 വർഷം തുടർച്ചയായി US ആണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ 18% US-ലേക്കാണ്. ഇറക്കുമതി 6.22% മാത്രവും. അതേസമയം കഴിഞ്ഞ ഒക്ടോബർ വരെയുള്ള 2 മാസങ്ങളിൽ കയറ്റുമതി 8.58% നിന്നും 6.3% ഇടിഞ്ഞതിനാൽ വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കൽ ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അധികാരമേറ്റത് മുതൽ വിദേശ രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തിൽ അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്കാണ് ട്രംപ് മുൻഗണന നൽകുന്നത്. ഇന്ത്യയെ ഒരു നികുതി രാജ്യം എന്ന് ട്രംപ് പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്. ഇന്ത്യയുമായുള്ള വ്യാപാര കമ്മി കുറയ്ക്കുക എന്നത് ട്രംപിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. അതേസമയം അമേരിക്കൻ സെക്രട്ടറിയുടെ പ്രസ്താവനയോട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. വിജയ് ചിത്രം ജനനായകൻ പൊങ്കലിന് എത്തില്ലേ എന്ന് ചോദിക്കുകയാണ് വിജയ് ആരാധകർ. എത്തില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി. ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റ് നൽകണമെന്ന മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിന് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ നൽകിയിരിക്കുകയാണ്. കേസ് എന്തായാലും പൊങ്കൽ അവധിക്ക് ശേഷം 21-ന് ഇനി പരിഗണിക്കും. അതിനാൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നിർമ്മാതാക്കൾ. പൂർണ്ണമായ രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപ് വിജയ് അഭിനയിക്കുന്ന അവസാന ചിത്രമെന്ന നിലയിൽ വലിയ ആവേശത്തോടെയാണ് ആരാധകർ ജനനായകനായി കാത്തിരിക്കുന്നത്. എന്നാൽ കോടതി വിധിയിൽ തിരിച്ചടി നേരിട്ടതോടെ ചിത്രം എപ്പോൾ തിയേറ്ററുകളിൽ എത്തുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ ആരാധകർ. നേരത്തെ സിനിമ റിലീസ് ചെയ്യാൻ അനുമതി നൽകിക്കൊണ്ട് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. UA സർട്ടിഫിക്കറ്റ് നൽകാനാണ് കോടതി ഉത്തരവിട്ടത്. ജസ്റ്റിസ് PT ആശയാണ് കേസിൽ വിധി പറഞ്ഞത്. സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് ഉറപ്പ് നൽകിയതിനു ശേഷം റിവേഴ്സിംഗ് കമ്മിറ്റിക്ക് വിട്ടത് എന്തിനാണെന്ന് കോടതി മുൻപ് വാദത്തിനിടെ ചോദിച്ചിരുന്നു. കമ്മിറ്റിയിൽ അംഗമായ ഒരാൾ തന്നെ പരാതിക്കാരനാകുന്നത് അനാരോഗ്യമായ പ്രവണതയാണെന്നും കോടതി വിമർശനം ഉന്നയിച്ചു. എന്നാൽ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് മുൻപ് എപ്പോൾ വേണമെങ്കിലും CBFC ചെയർമാന് ഇടപെടാം എന്നായിരുന്നു സെൻസർ ബോർഡിന്റെ നിലപാട്. തുടർന്നാണ് സെൻസർ ബോർഡ് ഹർജി സമർപ്പിച്ചത്. തങ്ങളുടെ ഭാഗം കൃത്യമായി കേൾക്കാൻ കോടതി തയ്യാറായില്ല എന്നും സത്യവാങ്മൂലം നൽകാനുള്ള അവസരം ലഭിച്ചില്ല എന്നുമായിരുന്നു സെൻസർ ബോർഡിന്റെ വാദം. അതേസമയം സുപ്രീം കോടതിയിൽ നിന്നും അനുകൂലമായ വിധി വന്നില്ല എങ്കിൽ പൊങ്കലിന് അപ്പുറത്തേക്ക് ജനനായകന്റെ റിലീസ് മാറുമെന്ന് ഉറപ്പാണ്. ഇനി 21-ന് ശേഷമാണ് കേസ് പരിഗണിക്കുക. വിജയ് സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിനാൽ താരത്തിന്റെ അവസാന സിനിമ എന്ന നിലയിലാണ് ജനനായകൻ ഒരുങ്ങിയത്. ബോബി ഡിയോൾ, പൂജ ഹെഗ്ഡെ, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് മേനോൻ, നരേൻ, പ്രിയാമണി, മമത തുടങ്ങിയ വമ്പൻ താരനിരയാണ് ചിത്രത്തിലുള്ളത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി ഭീതി ഒഴിയുന്നില്ല. 4 പഞ്ചായത്തുകളിൽ പക്ഷിപ്പനി വീണ്ടും സ്ഥിരീകരിച്ചു. പക്ഷികളെ കൊന്നൊടുക്കുന്ന കള്ളിംഗ് നടപടികൾ നാളെയും നടക്കും. ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച അമ്പലപ്പുഴ നോർത്ത്, അമ്പലപ്പുഴ സൗത്ത്, കരുവാറ്റ, പള്ളിപ്പാട് എന്നീ പഞ്ചായത്തുകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പക്ഷിപ്പനി നിയന്ത്രണത്തിന്റെ ഭാഗമായി പ്രഭവ കേന്ദ്രങ്ങൾക്ക് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വളർത്തുപക്ഷികളെയും ശാസ്ത്രീയമായി കൊന്നു നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ 2 ദിവസങ്ങളിലായി നടക്കും. ഇന്ന് അമ്പലപ്പുഴ നോർത്ത്, അമ്പലപ്പുഴ സൗത്ത് പഞ്ചായത്തുകളിലും നാളെ കരുവാറ്റ, പള്ളിപ്പാട് പഞ്ചായത്തുകളിലും കള്ളിംഗ് നടത്തും.
അമ്പലപ്പുഴ സൗത്ത് പഞ്ചായത്തിൽ 150, കരുവാറ്റ പഞ്ചായത്തിൽ 6633, പള്ളിപ്പാട് പഞ്ചായത്തിൽ 3458 എന്നിങ്ങനെ ഏകദേശം 13785 വളർത്തുപക്ഷികളെയാണ് കൊന്നു നശിപ്പിക്കേണ്ടത്. പ്രഭവ കേന്ദ്രങ്ങൾക്ക് 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള സർവേലൻസ് സോണിൽ ഉൾപ്പെടുന്ന 33 തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിൽ താറാവ്, കോഴി, കാട, മറ്റു വളർത്തുപക്ഷികൾ, അവയുടെ മുട്ട, ഇറച്ചി, കാഷ്ടം, ശീതീകരിച്ച ഇറച്ചി, മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗവും വിപണനവും കടത്തലും ഒരാഴ്ചത്തേക്ക് നിരോധിച്ചു. പ്രഭവ കേന്ദ്രങ്ങൾക്ക് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഇൻഫെക്റ്റഡ് സോണിൽ കള്ളിംഗ് പൂർത്തിയായി 3 മാസത്തേക്ക് പക്ഷികളെ വളർത്താൻ പാടില്ല എന്ന നിർദ്ദേശമുണ്ട്. അമൃത ന്യൂസ്, ആലപ്പുഴ. തമിഴ്നാട്ടിലെ പൗൾട്രി ഫാം അസോസിയേഷൻ സമരം തുടങ്ങിയതോടെ കേരളത്തിൽ കോഴിവില ഉയർന്നിരിക്കുകയാണ്. ഇതിനിടയിൽ കോഴി വളർത്തലിനെ കൃഷിയായി അംഗീകരിക്കണമെന്നും കോഴി കർഷകരോടുള്ള ചൂഷണം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള പൗൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ പൗൾട്രി ഫാമുകൾ അടച്ചിടാനൊരുങ്ങുകയാണ്. ഇതോടെ സംസ്ഥാനത്ത് കോഴിവില ഇനിയും കൂടും. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഇറച്ചിക്കോഴി ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അന്യ സംസ്ഥാനങ്ങളിൽ കോഴി വളർത്തൽ കൃഷിയായി അംഗീകരിച്ച് സബ്സിഡികളും സഹായങ്ങളും കർഷകർക്ക് നൽകുന്നുവെന്നും കേരളത്തിൽ കർഷകർക്ക് യാതൊരു ആനുകൂല്യവും ലഭിക്കുന്നില്ലെന്നും ഇറച്ചിക്കോഴി ഉൽപ്പാദകർ പറയുന്നു. സ്വയം തൊഴിൽ സംരംഭം എന്ന നിലയിൽ കോഴി വളർത്തൽ തൊഴിലായി സ്വീകരിച്ച 10,000-കണക്കിന് കർഷകർ ഇവിടെയുണ്ട്. ഇവരെ സർക്കാർ ഒരു തരത്തിലും പരിഗണിക്കുന്നില്ല എന്നാണ് ആക്ഷേപം. മേഖലയ്ക്ക് വേണ്ട അവശ്യ വസ്തുക്കളായ കോഴിക്കുഞ്ഞ്, തീറ്റ, മുട്ട തുടങ്ങിയവ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോഴും ലൈസൻസ്, കെട്ടിട നികുതി, ആഡംബര നികുതി, ലേബർ സെസ് എന്നിവയുടെ പേരിൽ കർഷകരെ ചൂഷണം ചെയ്യുകയാണെന്ന് ഇവർ പറയുന്നു. ഇത്തരത്തിൽ കേരളത്തിലെ കോഴി കർഷകരെ ഞെക്കിക്കൊല്ലുന്ന രീതിയിൽ നിലവിലുള്ള ഗവൺമെൻറ്റും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പോവുകയാണെങ്കിൽ പ്രത്യക്ഷത്തിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുവാനാണ് ഈ സംസ്ഥാന എക്സിക്യൂട്ടീവ് ക്യാമ്പ് തീരുമാനിച്ചിട്ടുള്ളത്. കോഴി വളർത്തുന്ന കർഷകരെ കോഴി കർഷകരായി കണ്ടുകൊണ്ട് ഈ മറ്റു കർഷകർക്ക് ലഭ്യമാക്കുന്ന അതേ ആനുകൂല്യങ്ങൾ ഈ കോഴി കർഷകർക്കും ലഭ്യമാക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രത്യക്ഷമായ ഈ ഫാമുകൾ അടച്ചുകൊണ്ടും മറ്റു സമരങ്ങളുമായിട്ടുള്ള ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. വരുന്ന ആളുകളിൽ കോഴി ഇറച്ചിക്ക് വില വർദ്ധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സമരം കേരളത്തിൽ കാണാൻ വേണ്ടി പോകുന്നു. നവകേരള സദസ് വഴി മുഖ്യമന്ത്രിക്ക് നൽകിയ 724 അപേക്ഷകളിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ ഫാമുകൾ അടച്ചിട്ട് പ്രത്യക്ഷമായ സമരപരിപാടികൾ സംഘടിപ്പിക്കാനാണ് കേരള പൗൾട്രി ഫാർമേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. സമരം തുടങ്ങിയാൽ ക്രിസ്മസും പുതുവത്സരവും കഴിഞ്ഞിട്ടും കുതിപ്പ് കൊണ്ടിരുന്ന കോഴിയിറച്ചി വില ഇനിയും വർദ്ധിക്കും. അമൃത ന്യൂസ്, കൊച്ചി. തദ്ദേശത്തിലെ തോൽവിയോടെ തിരുത്തി മുന്നേറാനുള്ള ശ്രമത്തിലാണ് ഇടതുമുന്നണി. നിയമസഭ പിടിക്കാൻ ഒറ്റക്കെട്ടായി കളത്തിലിറങ്ങി ഇടതുമുന്നണിയുടെ ഗ്രാഫ് ഉയർത്താനാണ് നേതൃത്വം ഒരുങ്ങുന്നത്. ഭരണനേട്ടം ജനങ്ങളിൽ എത്തിച്ച് താഴെത്തട്ടിലിറങ്ങാനായാൽ 3ാം തവണയും തുടർഭരണം ഉറപ്പെന്നാണ് മുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. തൽക്കാലം പരസ്യവിമർശനങ്ങൾ ഒഴിവാക്കി ഐക്യത്തോടെ മുന്നോട്ടു പോകാൻ CPIയും തീരുമാനിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൈവിട്ടുപോയ LDFന്റെ ഗ്രാഫ് ഉയർത്താൻ നിഷ്പ്രയാസം കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് മുന്നണി നേതൃത്വം. ഭരണനേട്ടം താഴെത്തട്ട് വരെ എത്തിക്കാനായി ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങിയാൽ 3ാം തവണയും തുടർഭരണം ഉറപ്പെന്ന് വിലയിരുത്തുന്നു. മുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെ ഒറ്റക്കെട്ടായി കളത്തിലിറങ്ങിയാൽ എല്ലാം കൈപ്പിടിയിലൊതുക്കാനാകുമെന്ന ആത്മവിശ്വാസം പകർന്നു. 10 വർഷത്തെ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുമെന്ന ശുഭപ്രതീക്ഷയിലാണ് LDF. ഗൃഹസന്ദർശനവും മേഖലാ ജാഥകളും നടത്തി ജനങ്ങളെ ചേർത്തു നിർത്തുമ്പോൾ കണക്കുകൂട്ടലുകൾ തെറ്റില്ല എന്നാണ് CPM വിലയിരുത്തുന്നത്. ഫെബ്രുവരി 1 മുതൽ മേഖലാ ജാഥകൾ ആരംഭിക്കും. പ്രശ്നങ്ങളെല്ലാം വെച്ച് കേന്ദ്രത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾ, ഇതുപോലുള്ള കരിനിയമങ്ങൾ, തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ, വർഗീയവൽക്കരണത്തിന് വേണ്ടിയുള്ള കേന്ദ്രത്തിന്റെ നീക്കം, ഇത്തരം പ്രശ്നങ്ങളിൽ കേരള വ്യാപകമായി 3 പ്രചരണ ജാഥകൾ സംഘടിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം CPI നേതൃയോഗത്തിൽ ഭരണത്തിനെതിരായ പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് വേളയിൽ തൽക്കാലം വിമർശനങ്ങൾ വേണ്ട എന്ന നിലപാടിലാണ് നേതൃത്വം. ഇനി 12ാം തീയതി കേന്ദ്രത്തിനെതിരായ സത്യാഗ്രഹ സമരത്തിനായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ LDF തലസ്ഥാനത്ത് അണിനിരക്കും. ശേഷം മേഖലാ ജാഥകൾ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TN പ്രതാപന്റെ സേഫ് സീറ്റ് എന്ന ലക്ഷ്യം തൃശൂരിലെ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയം പ്രതിസന്ധിയിലാക്കുന്നു. മണലൂർ, കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, ഗുരുവായൂർ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മത്സരിക്കാനാണ് പ്രതാപന്റെ നീക്കം. കോർപ്പറേഷനിലെ മേയർ തിരഞ്ഞെടുപ്പിൽ DCC അധ്യക്ഷൻ കോഴ വാങ്ങിയെന്ന കൗൺസിലർ ലാലി ജെയിംസിന്റെ ആരോപണം. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങളുടെ കൂട്ടരാജി. തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ പ്രതിരോധത്തിലായിരിക്കുന്ന വേളയിലാണ് TN പ്രതാപന്റെ പുതിയ നീക്കങ്ങൾ നേതൃത്വത്തിന് തലവേദനയാകുന്നത്.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TN പ്രതാപൻ സേഫായ മണ്ഡലം തിരയാൻ തുടങ്ങിയതോടെ സ്ഥാനാർത്ഥി തീരുമാനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളടക്കം വഴിമുട്ടിയിരിക്കുകയാണ്. മണലൂർ, കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, ഗുരുവായൂർ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മത്സരിക്കാനാണ് TN പ്രതാപന്റെ നീക്കം. മുതിർന്ന നേതാക്കൾ മത്സരത്തിനിറങ്ങിയാൽ സീറ്റ് ആവശ്യത്തിൽ നിന്നും പിന്മാറണമെന്ന യുവ നേതാക്കൾക്ക് പ്രത്യേക നിർദ്ദേശവും നേതൃത്വം നൽകിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് കൊടുങ്ങല്ലൂർ സീറ്റിൽ മത്സരിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കെയാണ് കൊടുങ്ങല്ലൂർ അടക്കമുള്ള മണ്ഡലങ്ങൾ ലക്ഷ്യം വെച്ച് TN പ്രതാപന്റെ നീക്കം. മാത്രമല്ല, ഗുരുവായൂർ സീറ്റിനെ ചൊല്ലി UDF നേതൃത്വത്തിനുള്ളിൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ കലഹം രൂക്ഷമായിരിക്കുന്ന വേളയിൽ ഗുരുവായൂർ സീറ്റിലും TN പ്രതാപന് കണ്ണുണ്ടെന്നാണ് വിവരം. ഗുരുവായൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്താൽ അവിടെ K മുരളീധരനെ മത്സരിപ്പിക്കാനാണ് DCC നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. മുരളീധരനേക്കാൾ വിജയസാധ്യത ഗുരുവായൂരിൽ TN പ്രതാപനാണെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഗുരുവായൂർ സീറ്റിനായി മുരളീധരനും TN പ്രതാപനും തമ്മിൽ ബലപരീക്ഷണം ഉണ്ടാവാനുള്ള സാധ്യതയും ഏറെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K മുരളീധരന് വേണ്ടി TN പ്രതാപൻ മത്സരരംഗത്തു നിന്നും പിന്മാറിയിരുന്നുവെന്നും ഗുരുവായൂർ സീറ്റിനായി ആ വിട്ടുവീഴ്ച ഉണ്ടാവില്ലെന്നുമാണ് പ്രതാപനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത്. അമൃത ന്യൂസ്, തൃശൂർ. BJPയുടെ അജണ്ടയ്ക്കനുസരിച്ച് കേരളത്തെ രൂപപ്പെടുത്താനാണ് പിണറായിയുടെ ശ്രമമെന്ന ആരോപണവുമായി രമേശ് ചെന്നിത്തല. മതപരമായി ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള മോദി തന്ത്രം ഇവിടെ പിണറായി വിജയൻ പകർത്തുന്നുവെന്നും ചെന്നിത്തല ആരോപിച്ചു. ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കുകയും ആ വർഗീയ ഭിന്നിപ്പിലൂടെ രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ? അത് സംസ്ഥാന താല്പര്യത്തിന് ഗുണകരമാണോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.